ലാസ്റ്റ് മന്തിലെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 lakh കിട്ടാനുള്ള കാരണം വെച്ചാല് എനിക്ക് ഏകദേശം ഒരു 200+ ലീഡ്സ് ആണ് കഴിഞ്ഞ മാസം വന്നത്. എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. കാരണം ഒരുപാട് ലീഡ്സ് എനിക്ക് വരാറുണ്ട്, അതിനനുസരിച്ചുള്ള കൺവേർഷനും വരാറുണ്ട്. ഹായ്, പ്രമോദ് നമ്മുടെ ഹോളോ ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെടുത്ത് നമ്മുടെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സുകളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ട്രാക്ക് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, നമ്മൾ ഏതൊക്കെ ചലഞ്ചസിലൂടെയാണ് കടന്നു വന്നത്, ആ രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മുടെ ഹോളോ ഫ്രെയിം ഇൻ്റർവ്യൂയിലേക്ക് പോവാം. ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് ശരിക്കും പ്രമോദിൻ്റെ സ്ഥലം എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സംസാരിച്ചുകൊണ്ട് നമ്മുടെ മെയിനിലേക്ക് വരാം. ഓക്കെ, എന്റെ സ്ഥലം പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, വൈഫുണ്ട്. വൈഫ് അബ്രോഡാണ്, കുഞ്ഞുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 8 വർഷത്തോളം ബാങ്കിങ് ഫീൽഡായിരുന്നു. ബാങ്കിങ് ലോൺസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളിലായിട്ട് ഞാൻ 7-8 വർഷത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ ഞാനത് ഫ്രീലാൻസ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 months ആയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീലാൻസിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടോടാണ് വന്നത്. അപ്പം ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് അതിനകത്ത് കിട്ടിയില്ല. ഓക്കെ, ആ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നിട്ടാണ് ഞാൻ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കൂടുതലായിട്ട് വന്നത്. ലാസ്റ്റ് മന്ത് തൊട്ടാണ് എനിക്കൊരു ഞാൻ ഹാപ്പി ആയി എന്ന് പറയാനായിട്ട് ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ 2 മാസമായിട്ട് ഞാൻ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവമേ അറിയത്തില്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സംഭവമേ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ആദ്യം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ബിൽഡേഴ്സിൽ അപ്പോ എനിക്ക് ആദ്യം തന്നുകൊണ്ടിരുന്നത് ഒരു ഡെയിലി ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അല്ലാതെ എന്നുവെച്ചാൽ ബൾക്കായിട്ട് വെറുതെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് തരും. അതിൽ നമ്മൾ ഒരു 50 കോൾ മിനിമം വിളിക്കണം. അതിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ കൺവേർഷൻ ആകുന്നുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെറുതെ ഒരു ലീഡ്സ് തരും, ബൾക്കായിട്ടൊരു ലീഡ്സ് നമുക്ക് ഈ ടെലികോളിംഗ് ലീഡ്സ് തരുന്നുണ്ട്. അപ്പൊ അത് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു വിധ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാറില്ല. കാരണം ചില ആൾക്കാർ ചീത്ത വിളിക്കും, ചില ആൾക്കാർ 99% ആൾക്കാർ ആണ് പറയുന്നത്. അതിൽ ഒരാള് യെസ് പറഞ്ഞാലേ ആയുള്ളൂ. തീരെ കുറഞ്ഞ ഒരു റിസൾട്ട് ആയിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിക്ക് വരുന്നത്. എന്തായാലും ഈ കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷം ഒരുപാട് അച്ചീവ്മെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിപ്പെട്ടത്? വെബിനാർ വഴിയാണോ? എങ്ങനെയാ ആദ്യമായിട്ട് ഇതിലോട്ട് വരുന്നത്? സാറിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ശേഷമാണ് ഞാൻ ഇങ്ങനെ
സാറിന്റെ കോൺടാക്ട് നമ്പർ എടുത്ത് അതിനകത്ത് ചാറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. സാറിന്റെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് കിടക്കുക. ആദ്യമൊക്കെ വിട്ടു പോകും, പിന്നെയും വീഡിയോസ് ഇങ്ങനെ കണ്ട് ഓരോ ആൾക്കാരുടെ അനുഭവമൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കും ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് ഒരു നല്ല സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്ന് ഇപ്പോൾ 2 മാസം കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ വന്നു. ലാസ്റ്റ് മന്ത് 1 lakh അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തത്? ശരിക്കും ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയത്? ശരിക്കും ഞാൻ ഫേസ്ബുക്ക് ആഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇമേജ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇമേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി കുറഞ്ഞ ഇമേജ് ഒക്കെയാണ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അറിഞ്ഞത് സാറിന്റെ ട്രെയിനിങ്ങിലൂടെ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് ഉണ്ടാവും തോന്നി. അപ്പൊ അത് പിന്നെ ഒരേ സമയത്ത് തന്നെ 4-5 ഇമേജസ് ഒക്കെ ഒരുമിച്ച് അടിക്കാനുള്ള കാര്യത്തിൽ കിട്ടിക്കാറുണ്ട്. അതനുസരിച്ച് വീണ്ടും അത് ട്രൈ ചെയ്യാൻ തുടങ്ങി. അത് അവിടെ എനിക്ക് കൂടുതൽ റിസൾട്ട് വരാൻ തുടങ്ങി. ഒരു ലാസ്റ്റ് മന്തിലെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 lakh കിട്ടാനുള്ള കാരണം വെച്ചാല് എനിക്ക് ഏകദേശം ഒരു 200+ ലീഡ്സ് ആണ് കഴിഞ്ഞ മാസം വന്നത്. 200+ ലീഡ്സ് വന്നതിനാണ് എനിക്ക് 1 lakh റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഓക്കെ, അത് കൂടുതലും ഈ ഫേസ്ബുക്ക് ആദ്യം ചേർന്ന ഫേസ്ബുക്കിന്റെ ലീഡ് ജനറേഷൻ ആയിരിക്കും. ലീഡ് ജനറേഷന്റെ കസ്റ്റമറുടെ പേര്, കോൺടാക്ട് നമ്പർ, ലൊക്കേഷൻ, അങ്ങനെ അവർ ലീഡ്സിനകത്തേക്ക് ലീഡ്സിൽ അവർ ഫില്ല് ചെയ്യും. അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ അത് ചെയ്താല് ഇപ്പൊ ഇന്ന് അവർ ലീഡ്സ് വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ അവരെ വിളിക്കും, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വിളിക്കട്ടോ. പക്ഷെ അതിനകത്ത് എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കുറവായിരുന്നു. വാട്സപ്പിൽ വന്നു, വാട്സപ്പിൽ ചെയ്യാന്നുള്ള രീതിയിലുള്ള സാധനം വീഡിയോ കണ്ടു. അതിനുശേഷമാണ് വാട്സപ്പിലേക്ക് വന്നത്. അതിനുശേഷം നല്ലൊരു റിസൾട്ട് കിട്ടാൻ തുടങ്ങി. കാരണം ക്വിക്ക് റിപ്ലൈക്ക് ഞാൻ ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ അതിപ്പോ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് സന്തോഷമാണ്. കാരണം കസ്റ്റമർ ഇന്ററാക്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്താണ് സാറിന്റെ ആവശ്യം എന്നുള്ള രീതിയിൽ ഞാനൊരു വോയിസ് ഇടാൻ തുടങ്ങി. അതിനുശേഷം കസ്റ്റമർ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് ഡോക്യുമെന്റ്സ്. അപ്പൊ ഈസി ആയിട്ട് കൺവേർഷൻ നടക്കാൻ തുടങ്ങി അവിടെ. അപ്പൊ അതിനുശേഷം കൺവേർഷൻ നടക്കാൻ തുടങ്ങിയതോടെയാണ് നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കസ്റ്റമർ ഹാപ്പിയാവും, നമ്മൾ ഹാപ്പിയാവും, സെയിൽസ് പെട്ടെന്ന് നടക്കും എന്നൊരു കാര്യം മനസ്സിലായി. അതെ, കാരണം ഒരു നല്ല ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഈ പണ്ടൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാരെ ഫോൺ ചെയ്യണം, പെട്രോൾ അടിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണം. ഇന്ന് നമ്മുടെ ഒരു റൂമിലിരുന്നാൽ പോലും നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാം. അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ അഡ്വർടൈസിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ട്രസ്റ്റ് വാല്യൂ വരും. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോണാണ്, പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്, പേഴ്സണൽ ലോണും പല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോ ലോണിനെ കുറിച്ചുള്ള അവതരണങ്ങൾ, അതിൻ്റെ ഡിഫറൻസുകൾ, അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെക്കുറിച്ച് അറിയും. അപ്പോൾ നമുക്കൊരു വിസിബിലിറ്റി വന്നാൽ ട്രസ്റ്റ് വാല്യൂ ബിൽഡ് ആവുകയും ചെയ്യും. അതിലൂടെ നമുക്ക് പെട്ടെന്ന് സെയിൽ നടക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തുടങ്ങി വെച്ച ഒരു ജേണി എന്നുള്ളത് മന്ത്ലി ഒരു 10 lakh എന്നുള്ള രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മളെന്നുള്ള പേഴ്സണൽ ബ്രാൻഡിൽ പറ്റും. അതായത് ഒന്ന് ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഞാൻ യൂട്യൂബിലൊരു 500-ലധികം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുപോലെ പ്രമോദ് കുറച്ച് ദിവസങ്ങൾ ഇനി ഉള്ള യാത്രയിൽ ചെറിയ ചെറിയ വീഡിയോസ്, അതും ഈ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ തന്നെ നമുക്ക് വീഡിയോ ആക്കാം. ചില ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, ഇത് പറ്റും. അപ്പോൾ അതിനെ തന്നെ നമ്മൾ വീഡിയോ ആക്കി നമ്മുടെ ഫോൺ നമ്പറും കൊടുത്താൽ ഇങ്ങോട്ട് വരുന്ന ലീഡ്സിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നേക്കാളും. അപ്പോൾ ആ രീതിയിൽ അടുത്ത് വാട്ടി ആപ്ലിക്കേഷൻ, വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ്റെ ചാറ്റ് ഫ്ലോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയട്ടെ. അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും ചാറ്റ് വരികയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പ് അവിടെ പോകും. എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ വെബിനാറൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാറ്റ് ബോട്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി ആ റോബോട്ട് ചെയ്തിട്ട് ഫൈനലി മാത്രം നമ്മളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുട്ടികളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചാറ്റ് നടക്കുന്നുണ്ടാവും, ഇമീഡിയറ്റ് ചാറ്റ് നടക്കുന്നുണ്ടാവും. ഫേസ്ബുക്കിൽ പരസ്യം പോകുന്നു, വരുന്ന ആൾക്ക് റെക്കോർഡ് ചെയ്തൊരു ശബ്ദം പോകുന്നു, അടുത്ത് കസ്റ്റമർ റിപ്ലൈ ചെയ്യുന്നു, നമ്മൾ വീണ്ടും ചെയ്യുന്നു. ആ ഒരു ഫ്ലോയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് സ്കെയിലബിലിറ്റിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് 2 മാസമായിട്ടുള്ള കമ്മ്യൂണിറ്റി വന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ, നന്നായിട്ട് വീഡിയോസ് ചെയ്യാം. വീഡിയോ ആണ് ഇനിയുള്ള കാലത്ത് കുറച്ച് നല്ല രീതിയിൽ ക്യാമറയും ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട്
മുന്നോട്ട് തന്നെ പോവുക. ഓരോ ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ക്ലാരിറ്റി ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കണക്റ്റഡ് ആയിരിക്കാം. നമുക്ക് വീണ്ടും അടുത്തൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു 5 lakhs per month അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാണണം. ഓട്ടോമേഷൻ അത് പോസിബിളാണ്. ഒരു മനുഷ്യന് കിടന്ന് പണി ചെയ്യുമ്പം ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ സംവിധാനങ്ങൾ ഈ പറയുന്ന പോലെയുള്ള കൃത്യമായിട്ടുള്ള ഗ്രീറ്റിങ്സ്, അതിൻ്റെ ക്വിക്ക് റിപ്ലൈ, ഈ സംവിധാനങ്ങൾ കറക്റ്റ് ചെയ്താൽ അതിലൂടെ നമുക്ക് സെയിൽസ് വരും. യെസ്. ഇപ്പോൾ പ്രമോദ്, മറ്റെന്തെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മെസ്സേജ് കൊടുക്കാനുണ്ടോ? അതായത് ഈ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ളത്? ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഓൺലൈനിൽ വരാൻ ആഗ്രഹിച്ചിട്ട് ഓൺലൈനിൽ ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. അപ്പോൾ പ്രമോദിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ളൊരു മെസ്സേജ്? തീർച്ചയായിട്ടും എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡിജിറ്റൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ഒരു 3000 അല്ലെങ്കിൽ ഒരു 5000 പേര് ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉറപ്പാണ്. എന്നുവെച്ചാൽ ആ റൈറ്റ് പ്രൊഡക്റ്റ് ആർക്കാണോ വേണ്ടത് അവരായിരിക്കും അത് ക്ലിക്ക് ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ളവരെ അത് വിളിക്കും, വിളിച്ച് സംസാരിക്കും, ഇമ്മീഡിയറ്റ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ബിസിനസ് എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. കാരണം ഒരുപാട് ലീഡ്സ് എനിക്ക് വരാറുണ്ട്, അതിനനുസരിച്ചുള്ള കൺവേർഷനും വരാറുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ ഇപ്പൊ 2 സ്റ്റാഫിനെ വെച്ചിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്തു, കോഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് എന്തായാലും വരുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ തന്നെയായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവം എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന വീഡിയോസ് കാണുന്നവരെ കഴിയുന്ന വേഗത്തിൽ നിങ്ങൾ ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ പ്രമോദ് എല്ലാവിധ ആശംസകളും നൽകുന്നു. കണക്റ്റഡ് ആയിരിക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു ഹോളോ ഫ്രെയിമിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.